നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UI/UX കുറിച്ചാണ്. എന്താണ് UI/UX? UI എന്നാൽ യൂസർ ഇൻ്റർഫേസ്. അതായത് നമ്മളൊരു വെബ്സൈറ്റോ ഒരു മൊബൈൽ ആപ്ലിക്കേഷനോ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആദ്യമായി കാണുന്ന ആ ഒരു ഇൻ്റർഫേസിനെയാണ് യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഒരു UI ഡിസൈനേഴ്സിൻ്റെ ഡ്യൂട്ടി എന്തെന്നാൽ നമ്മൾ വിഷ്വലി കാണുന്ന കാര്യങ്ങളെല്ലാം ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഡിസൈനിങ് എന്ന് പറയുമ്പോൾ ഫോണ്ട് ഡിസൈൻ ചെയ്യുക, അതുപോലെ തന്നെ ആപ്റ്റായിട്ടുള്ള കളർ ചൂസ് ചെയ്യുക, ഐക്കൺ ചൂസ് ചെയ്യുക എന്നുള്ളതെല്ലാമാണ്. ഇനി നമുക്ക് UX എന്താണെന്ന് നോക്കാം. UX അഥവാ യൂസർ എക്സ്പീരിയൻസ്. നമ്മളൊരു വെബ്സൈറ്റോ മൊബൈൽ ആപ്ലിക്കേഷനോ യൂസ് ചെയ്യുന്ന സമയത്ത് യൂസർ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് അത് യൂസ് ചെയ്യാനുള്ള ബെറ്റർ ഫങ്ഷനാലിറ്റി എൻഷ്യൂർ ചെയ്യുന്നവരെയാണ് UX ഡിസൈനേഴ്സ് എന്ന് പറയുന്നത്. UI/UX ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ പോപ്പുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് സോഫ്റ്റ്വെയർസ് ആണ് Adobe XD, Figma, Sketch തുടങ്ങിയവ. ഇപ്പോൾ നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും ഉള്ളൊരു സംശയമായിരിക്കും ആർക്കൊക്കെ UI/UX ഡിസൈനർ ആകാം എന്നുള്ളത്. ബേസിക്കലി UI/UX ഡിസൈനർ ആകാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ഡിസൈനിങ്ങിൽ കുറച്ചെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടായാൽ നിങ്ങൾക്കും ഒരു UI/UX ഡിസൈനർ ആകാനായി സാധിക്കും. ഇനി നമുക്ക് UI/UXൻ്റെ ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. സ്കോപ്പ് ഓഫ് UI/UX ഡിസൈനിങ് ഈസ് വൈഡ് ആൻഡ് എക്സ്റ്റെൻസീവ്. ഒരുപാട് ഇൻഡസ്ട്രീസ് ലൈക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, ഇ-കൊമേഴ്സ്, ബാങ്കിങ്ങുകളിലെല്ലാം UI/UXൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഡിസൈനിങ് ഏജൻസീസ്, സ്റ്റാർട്ടപ്സ് ഇവിടെയെല്ലാം UI/UX ഡിസൈനേഴ്സിന് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുന്നതാണ്. ഈ വീഡിയോയിലൂടെ UI/UX എന്താണെന്നും അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്നും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.